എന്റെ പിറന്നാൾ ആഘോഷത്തിന് വീട്ടിലേക്ക് എത്തണം. അവന്റെ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരാളുടെ ബർത്ത്ഡേക്ക് ക്ഷണം കിട്ടിയിട്ട് മനസ്സ് ഇത്ര ഇറിറ്റേറ്റ് ആവുന്ന. ഞാനങ്ങ് പോകുന്നില്ല അവന്റെ പിറന്നാളിന്. അവന്റെ മുഖം കണ്ടാലും മതി. ആട്ടിൻകുട്ടിയുടെ തോലിട്ട ഒരു ചെന്നായി അവൻ. ഒന്നും പോരാഞ്ഞിട്ട് അവൻ രാജുവിനെ സ്പെഷ്യലായിട്ട് ക്ഷണിച്ചിരിക്കുന്നു. എന്തായിരിക്കും അവൻ രാജുവിനെ ക്ഷണിക്കാനുള്ള കാരണം? രാജു ഉറങ്ങിക്കാണൂ? പാവം, എന്തൊക്കെ സഹിക്കണം. എല്ലാവർക്കും എടുത്ത് പാവ പോലെ തട്ടിക്കളിക്കാൻ ഒരു ജന്മം. രാജുവിനൊരു മെസ്സേജ് അയക്കാം. ഹലോ രാജു, ഋതിക മാഡം ആണല്ലോ. മാഡം ഇതുവരെ ഉറങ്ങിയില്ലേ? രാജു മെസ്സേജ് കണ്ടല്ലോ. ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ മാഡം, മാഡം ഉറങ്ങിയില്ലേ? എങ്ങനെ ഉറങ്ങാനോ രാജു? മനസ്സിനൊരു സമാധാനം വേണ്ടേ? എന്താ ഇപ്പൊ മാഡത്തിന്റെ സമാധാനക്കുറവിന് കാരണം? നിനക്കറിയില്ലേ? ഏയ് ഇല്ല, എന്താ മാഡം? രാജു, നാളെ റോഹന്റെ ബർത്ത്ഡേയാ. ആ അതെ, അതിനെന്താ? അതിന് എന്താന്നോ? അവന്റെ ക്ഷണം സ്വീകരിച്ച് നാളെ ഇനി അങ്ങോട്ട് പോണ്ടേ? പോണം. അതിനെന്താ? അതിനെന്താന്നോ? ഞാനൊന്നും പറയുന്നില്ല രാജു. നിനക്കെല്ലാം അറിയാം, എങ്കിലും ഒന്നും അറിയാത്തത് പോലെ അഭിനയിക്കുന്നതാ എനിക്ക് സഹിക്കാനാവാത്ത കാര്യം. മാഡം, ക്ഷണം സ്വീകരിച്ച് നമ്മൾ എന്തായാലും പോയല്ലേ പറ്റൂ. അപ്പോ രാജു നാളെ വരുന്നുണ്ടോ? ആ, റോഹൻ സാറ് എന്നെയും പ്രത്യേകം ക്ഷണിച്ചതല്ലേ, വരാതെ പറ്റില്ലല്ലോ. ആ, നീ വരുന്നുണ്ടെങ്കിൽ എനിക്ക് ഓക്കെ രാജു. ഓക്കെ, ഗുഡ് നൈറ്റ്. താങ്ക് യു. മാഡം, മാഡം കട്ട് ചെയ്തോ? രാജു നാളെ വരുന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും അവൻ നോക്കിക്കോളും. അത് മതി. ദൈവമേ, എന്നെ കുറുക്കൻ റോഹന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. പാവം ഋതിക മാഡം ആകെ ടെൻഷനിലാണെന്ന് തോന്നുന്നു. ആ റോഹന്റെ പെരുമാറ്റവും അടുപ്പവും മാഡത്തിന് തീരെ ഇഷ്ടാവുന്നില്ല. അതൊക്കെ എന്നോടുള്ള സ്നേഹം കൊണ്ടാണല്ലോ എന്ന് ഓർക്കുമ്പോഴാ എനിക്കും ടെൻഷൻ. ഋതിക മാഡത്തിന് റോഹനെ ഇഷ്ടമല്ലാത്തോണ്ട് മാഡത്തിന്റെ ജീവിതത്തിൽ നിന്ന് റോഹനെ ഒഴിവാക്കേണ്ടത് എന്റെ കടമയാ. പക്ഷേ റോഹം പോയാലും എന്നോടുള്ള മാഡത്തിന്റെ പ്രണയത്തിന് ഞാൻ എന്ത് സമാധാനം മാഡത്തിന് നൽകും? അകലേ നോവിനാലേ